ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് സാംസങ് ഫോണുകളിൽ One UI 8.5 അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ സാംസങ് ഗാലക്സി S24 അൾട്രയാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്തിൽ വന്നിട്ടുള്ള കുറച്ച് ഫീച്ചേഴ്സ്, അപ്പം സാംസങ് ഗാലക്സി S23, S23 പ്ലസ്, S23 അൾട്ര, S22ലും ഈ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. എ സീരീസിൽ A55 ആ റേഞ്ചിലുള്ള ഫോണുകളിലൊക്കെ One UI 8.5 അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി അറിയിക്കുക. അപ്പം ഞാൻ ഈ ഒരു സാംസങ് ഫോണിൽ കോമൺ ആയിട്ട് വന്ന കുറച്ച് ഫീച്ചേഴ്സും അതോടൊപ്പം സാംസങ് ഗാലക്സി S24 അൾട്രയിൽ വന്നിട്ടുള്ള കുറച്ച് ഫീച്ചേഴ്സുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാ ഫീച്ചേഴ്സും ഉൾപ്പെടുത്തിയിട്ടില്ല, കോമൺ ആയിട്ട് കുറച്ച് വന്നിട്ട് മാറ്റങ്ങളാണ് ഞാനതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ആദ്യത്തെ മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം തന്നെ നോക്കാതെ കൊണ്ട് One UI 8.5 ആണ് അപ്ഡേറ്റ് ആയിരിക്കുന്നത്. ഈ ഒരു നോട്ടിഫിക്കേഷൻ പാനലിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ഈ ഒരു കുറച്ച് മാറ്റങ്ങൾ ഇവിടെ കാണാൻ സാധിക്കും. കണ്ടോ, ഇതിനകത്തിൽ നമുക്ക് ഇവിടെ ഈ ഒരു പെൻ ഐക്കൺ ക്ലിക്ക് ചെയ്താൽ നമുക്ക് നമ്മുടെ നേരത്തെയുള്ള ആ ഒരു ഇതിൻ്റെ സൈസ് ഇവിടെ കൂട്ടാനും കുറയ്ക്കാനും സാധിക്കും. അതോടൊപ്പം ഈ ഒരു ബ്രൈറ്റ്നസ്സിൻ്റെ ഈ ഒരു സംഭവം നമുക്ക് കണ്ടോ, ഈ ഒരു നോട്ടിഫിക്കേഷൻ ഇത് നമുക്ക് ഹൊറിസോണ്ടലും വെർട്ടിക്കലും ആക്കിയിട്ട് അതിൻ്റെ സൈസ് കൂട്ടിയും കുറച്ച് നമുക്കിവിടെ ഇടാം. ഏത് വേണമല്ലോ, നമുക്ക് ഈ വോളിയത്തിൻ്റെ ആയാലും നമുക്ക് ഈ രീതിയിൽ ഇവിടെ സെറ്റ് ചെയ്യാം. അതുപോലെ മീഡിയ ഇതുണ്ട്, ഇതിൻ്റെ നമുക്കിങ്ങനെ സൈസ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. കണ്ടോ, എല്ലാം ഞാൻ കാണിക്കുന്നില്ല, അതിനകത്തിൽ നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾ ഇഷ്ടമുള്ള രീതിയിൽ സെറ്റ് ചെയ്തിടാം. അപ്പോൾ ഇതിനകത്തിൽ നമുക്ക് ഇപ്പം കണ്ടോ, ഇതിനകത്ത് ഇപ്പം എഡിറ്റ് കൊടുത്താൽ ഇവിടെ ഈ ക്വിക്ക് ഷെയർ എന്ന് പറഞ്ഞ സംഭവം നമുക്ക് ഇതിനകത്തോട്ട് ആഡ് ചെയ്തിടണമെങ്കിൽ നമുക്ക് മുകളിലോട്ട് നീക്കി കഴിഞ്ഞാൽ നമുക്കതിങ്ങനെ ഇവിടെ ആഡ് ചെയ്തിടാം. ഇതിൻ്റെ നമുക്ക് വലിപ്പം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഇതിനകത്തിൽ കുറച്ച് ഐറ്റംസ് ഇതിനകത്ത് നിന്ന് റിമൂവ് ചെയ്താൽ ഇതിൻ്റെ വലിപ്പം കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇത്തരത്തിൽ നമ്മൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമ്മുടെ നോട്ടിഫിക്കേഷൻ പാനൽ കസ്റ്റമൈസ് ചെയ്ത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അത് നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇവിടെ സെറ്റ് ചെയ്ത് ഉപയോഗിക്കുക. ഓക്കെ, ഇതിനകത്ത് ഒരുപാട് സെറ്റിങ്സ് ഉണ്ട്, നിങ്ങൾ നോക്കിയിട്ട് ഉപയോഗിക്കുക. ഇവിടെ ഞാൻ സെറ്റിങ്സ് ഒന്നും മാറ്റം വരുത്തുന്നില്ല. ഓക്കെ, പിന്നീട് വരുന്ന ഒരു മാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്ക്രീൻ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് കണ്ട് സ്ക്രീൻ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ ഫുൾ സ്ക്രീൻ റെക്കോർഡ് ചെയ്യണോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗം മാത്രമായിട്ട് പാർഷ്യൽ സ്ക്രീൻ റെക്കോർഡ് ചെയ്യണമെന്ന് ഇവിടെ ഓപ്ഷൻ ചോദിക്കും. അപ്പോൾ നമുക്ക് ഈ ഒരു ഓപ്ഷൻ ഇവിടെ സെലക്ട് ചെയ്താൽ, നേരത്തെ ഉള്ളത് ഈ ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളായിരുന്നു. ഇപ്പോൾ ഈ പാർഷ്യൽ സ്ക്രീൻ സെലക്ട് ചെയ്താൽ നമുക്ക് സ്റ്റാർട്ട് കൊടുത്താൽ നമുക്ക് ഏതെങ്കിലും ഒരു ഭാഗം മാത്രമായിട്ട് നമുക്ക് ഇവിടുന്ന് റെക്കോർഡ് ചെയ്യാം. കണ്ടോ, ഇതിപ്പം ഇത്രയും ഭാഗം നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്യണമെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ആ ഒരു ഭാഗം മാത്രമായിട്ട് റെക്കോർഡ് ചെയ്യാം. ഇങ്ങനെ നീക്കിയിട്ട് ഇങ്ങനെ നമുക്ക് ആ ഒരു ഭാഗം മാത്രമായിട്ട് നമുക്ക് ഇനിയിപ്പോൾ റെക്കോർഡ് സ്റ്റാർട്ട് ചെയ്താൽ ഈ ഒരു ഭാഗം മാത്രമായിട്ട് നമുക്ക് സ്ക്രീൻ റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇതിങ്ങനെ നീക്കണമെങ്കിൽ ഇത്തരത്തിൽ നീക്കാം, ഇങ്ങനെ പിടിച്ച് നീക്കാൻ സാധിക്കത്തില്ല. ഇത് ഇത്തരത്തിൽ നീക്കണമെങ്കിൽ ഇങ്ങനെ നീക്കിയിട്ട് നമുക്ക് ഈസി ആയിട്ട് റെക്കോർഡ് ചെയ്യാം. ഇതും ഈ ഒരു പുതിയ അപ്ഡേറ്റിൽ വന്നതാണ്. ഞാനിവിടെ റെക്കോർഡ് ചെയ്യുന്നില്ല. ഓക്കെ, അടുത്തതായി നമ്മൾ ഈ ഒരു ക്ലോക്ക് ഓപ്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഒരുപാട് മാറ്റം കാണാൻ സാധിക്കും. മൊത്തത്തിൽ ഒരു എന്താണ് പറയുന്നത്, ഒരു ചേഞ്ച് ആയിട്ടുണ്ട്. അത് കൂടാതെ ഇതിനകത്തിൽ ഇത് കണ്ടില്ലേ, നമുക്ക് ആ ഒരു പിന്നെ ടൈമർ വെക്കാനുള്ള ഒരു ഓപ്ഷൻ പോലെ ഇവിടെ വന്നിട്ടുണ്ട്. സ്റ്റാർട്ട് കണ്ടില്ലേ, ഇങ്ങനെ നമുക്ക് ആഡ് ചെയ്ത് അതിൽ ടൈമർ സെറ്റ് ചെയ്യാം. നിങ്ങൾ നോക്കുക, ഞാൻ എല്ലാ ഫീച്ചറും വിശദമായിട്ട് പറയുന്നില്ല, കാരണം ടൈം ഒരുപാട് എടുക്കും. അതുകൊണ്ട് തന്നെ ജസ്റ്റ് അത്യാവശ്യം വന്ന അപ്ഡേറ്റുകളെല്ലാം ഞാൻ അതിൽ പറഞ്ഞു പോകാം. നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്കത് അതിൻ്റെ ഒരു വർക്കിംഗ് മനസ്സിലാവും. പിന്നെ വരുമ്പോഴത്തേക്ക് നോർമൽ ഇപ്പോൾ കോൾ ചെയ്യുന്ന സമയത്ത് കണ്ടില്ലേ, ഈ ഒരു ഓപ്ഷൻ താഴത്തെ കണ്ടോ, ഇത് നമുക്കിവിടെ ഈ ഒരു ഇത് ചേഞ്ച് ആയിട്ടുണ്ട്. നേരത്തെ ഇങ്ങനെ അല്ലായിരുന്നു. പിന്നെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഗാലറിയിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇവിടെയും താഴെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഇത് കണ്ടോ, പിക്ചർ, ആൽബം, ഇതിൽ ഒരുപാട് മാറ്റം ഇവിടെ വന്നിട്ടുണ്ട്. നേരത്തെ ഇത് ഇങ്ങനെ അല്ലായിരുന്നു. അപ്പോൾ പഴയതുമായിട്ട് കമ്പയർ ചെയ്താൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് അത് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ നമ്മുടെ മെനു ഓപ്ഷൻ ഇപ്പം ആപ്ലിക്കേഷനൊക്കെ എടുക്കുകയാണെങ്കിൽ ഇവിടെ ആ ഒരു സെർച്ച് ഓപ്ഷന് കുറച്ച് ചേഞ്ച് വന്നിട്ടുണ്ട്. ഇവിടെ ഒരു നമുക്ക് വോയിസ് കമാൻഡ് കൊടുത്തുകൊണ്ട് നമുക്ക് ആപ്ലിക്കേഷൻ ഇവിടുന്ന് സെർച്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെ താഴെ വന്നിട്ടുണ്ട്. ഇതാണ് ഇവിടെ താഴെയായിട്ട് വന്നിട്ടുണ്ട്. അപ്പം മൊത്തത്തിൽ ആ ഒരു സ്പീഡ് അവർ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ക്യാമറയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ക്യാമറയിലെ ആ ഒരു ഷട്ടർ സ്പീഡ് കുറച്ചുകൂടെ കൂട്ടിയിട്ടുണ്ട്. നമുക്കിത് വളരെ എളുപ്പത്തിൽ കണ്ടോ ഇങ്ങനെ അടിച്ച് ഫോട്ടോ എടുക്കാൻ സാധിക്കും. മറ്റേ കുറച്ചൊരു ഡിലേ ഉണ്ടായിരുന്നു, ഇപ്പോൾ കുറച്ചുകൂടെ അത് ഇമ്പ്രൂവ് ആക്കിയിട്ടുണ്ട്. നമുക്ക് മെനു, അതായത് ഗാലറിയിൽ നമ്മൾ എടുത്ത ഫോട്ടോയിൽ നമുക്ക് ഇവിടെ ഗാലറി അസിസ്റ്റൻ്റ് പറഞ്ഞ പുതിയൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. എക്സ്ട്രാ ഒരു ഓപ്ഷനാണ്. നേരത്തെ ഉള്ളതിൽ നിന്ന് കുറച്ചുകൂടെ വ്യത്യസ്തമായി കുറച്ചുകൂടെ ഫീച്ചേഴ്സ് ഇൻക്ലൂഡ് ചെയ്ത ഒരു ഓപ്ഷനാണ് വന്നിട്ടുള്ളത്. ഇത് സെലക്ട് ചെയ്താൽ നമുക്ക് ഇതിനകത്തിൽ കുറച്ച് ഓപ്ഷൻസ് എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട്.
AI എറേസർ നേരത്തെ ഉള്ളതാണ്. നമുക്ക് വെച്ചിട്ട് നമുക്ക് ഇത് എറേസ് ചെയ്യാൻ സാധിക്കും. ഇത്തരത്തിൽ അത് നേരത്തെ ഉള്ളത് തന്നെയാണ്. അതുപോലെ നമുക്ക് ചെയ്യാൻ സാധിക്കും. പിന്നെ വരുന്നത് കുറച്ച് വേറെ മാറ്റമുള്ളത് നമുക്ക് ടൈപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇതിനകത്തിൽ ചേർക്കണമെങ്കിൽ ഈസി ആയിട്ട് അത് ചെയ്യാനായിട്ട് സാധിക്കും. ഇതിനകത്തിൽ താഴെയായിട്ട് ഞാൻ ഇവിടെ അത് സേവ് ചെയ്യുന്നില്ല, ജസ്റ്റ് ഞാൻ കാണിച്ചെന്നുള്ളതേ ഉള്ളൂ. ഇവിടെ ക്രിയേറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഇത് നമുക്ക് ഇവിടുന്ന് ടൈപ്പ് ചെയ്തുകൊണ്ട് കണ്ടോ, ഇങ്ങനെ നമ്മൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു ഇതിൻ്റെ കൂടെ നമുക്ക് ആഡ് പീകോക്ക് ഇൻ ദിസ് ഇമേജ് എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പീകോക്കിൻ്റെ ഇമേജ് ഇവിടെ വരും. അത്തരത്തിൽ നിങ്ങൾ എന്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നോ അത്തരത്തിൽ ആ ഒരു ഇമേജ് ഇതിനോടൊപ്പം അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന സ്ഥലത്ത് ആ ഒരു ഇമേജ് ജനറേറ്റ് ചെയ്ത് കിട്ടും. അപ്പം ഇത്തരത്തിൽ നിങ്ങൾ എന്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നോ അത്തരത്തിൽ അത് ചെയ്തു തരുന്നതാണ്. ഇപ്പോൾ ഇതിൻ്റെ സ്റ്റൈൽ മാറ്റണമെങ്കിൽ ഇതിനകത്തിൽ മാറ്റാനുള്ള ഓപ്ഷൻ ഉണ്ട്. കണ്ടോ, ഇവിടെ താഴെ തന്നെ എല്ലാ ഓപ്ഷനും ഉണ്ട്. അപ്പോൾ അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ ഇതിനകത്തിൽ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ളതിനകത്തിൽ ഇപ്പോൾ ആഡ് ഫ്ലവർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇതിനകത്തിൽ ആ ഒരു പൂവിനകത്തിൽ ജനറേറ്ററായി വരുന്നതാണ്. അപ്പം നിങ്ങൾ എന്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നോ അതനുസരിച്ച് AI മനസ്സിലാക്കിയ ശേഷം ആ ഒരു ഇതിനകത്തിൽ ആഡ് ചെയ്ത് കിട്ടുന്നതാണ്. അല്ലെങ്കിൽ റിമൂവ് ചെയ്യാനോ അല്ലെങ്കിൽ കളർ മാറ്റാനോ അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് മാറ്റാനോ അത് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നതനുസരിച്ച് ഇതിനകത്തിൽ ജനറേറ്റ് ചെയ്ത് വരുന്നതാണ്. കണ്ടോ, അപ്പോൾ പ്രീവിയസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു മാറ്റം ഇവിടെ കാണാൻ സാധിക്കും. കണ്ടോ, നമ്മുടെ സാധാ ഉള്ള ഫോട്ടോയിൽ ഒരു മാറ്റവും കൂടാതെ തന്നെ ആ ഒരു ഇമേജ് ഇവിടെ ആഡ് ചെയ്ത് വരുന്നതാണ്. ഇവിടെ സേവ് ചെയ്യണമെങ്കിൽ നമുക്കത് സേവ് കോപ്പി കൊടുക്കാം. ഞാനിതൊന്നും സേവ് ചെയ്യുന്നില്ല, ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഇത് എടുത്തതാണ്. പിന്നെ ഇതിനകത്തിൽ വന്ന ഒരു ഫീച്ചർ ക്വിക്ക് ഷെയറിൻ്റെ അവിടെയാണ്. ക്വിക്ക് ഷെയർ പോയി കഴിഞ്ഞാൽ നമുക്ക് ആപ്പിൾ ഡിവൈസുമായിട്ട് ഫോട്ടോസും വീഡിയോസും ഒക്കെ ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ പുതിയതായിട്ട് വന്നിട്ടുണ്ട്. ഷെയർ വിത്ത് ആപ്പിൾ ഡിവൈസ്, ഇത് നമുക്ക് ഓഫ് ചെയ്തും ഓൺ ചെയ്തും ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇവിടെ കോൾ അസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞ ഭാഗത്ത് പുതിയൊരു ഓപ്ഷൻ ഇവിടെ വന്നിട്ടുണ്ട്. അതായത് കോൾ സ്ക്രീനിങ്ങിന് ഈ ഒരു കോൾ അസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ നമ്മൾ ഓൺ ചെയ്തിട്ടാൽ നമുക്ക് ഇതിനകത്തിൽ അതായത് AI തന്നെ അതിന് റിപ്ലൈ കൊടുക്കുകയും വോയിസ് കോൾ എടുത്ത് സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന പുതിയ ഓപ്ഷനകത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി ഞാൻ വേറൊരു വീഡിയോ ചെയ്യാം, കാരണം അത് പറയാൻ ഒരുപാടുണ്ട്. ഇതിനകത്തിൽ ലാംഗ്വേജും കാര്യങ്ങളൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട് പുതിയതായിട്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ആഡ് ചെയ്ത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അത് എല്ലാ ഫോണിൽ 1UI 8.5 ഇല്ല. ഇതിപ്പം 8.5 S24 അൾട്രയിലാണ്. കോമൺ ഫീച്ചേഴ്സ് എടുത്താൽ ചിലപ്പോൾ അതിനകത്ത് കാണില്ല. അപ്പോൾ ഇതിനകത്തുള്ളത് ഉണ്ട്. നാളെ അതിൻ്റെ വിശദമായ ഒരു വീഡിയോ ചെയ്യാം. ഇപ്പോൾ ഇവിടെയും മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഞാനത് ഇപ്പോൾ ഓൺ ചെയ്തിടുന്നില്ല, കാരണം അത് ഞാൻ ഉപയോഗിക്കുമ്പോൾ ഞാൻ അതിനെപ്പറ്റിയുള്ള വീഡിയോ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, പിന്നെ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ ഫയൽസ് എടുക്കുകയാണെങ്കിൽ ഈ ഫയൽസിൻ്റെ അവിടെ നമുക്ക് അറിയാൻ സാധിക്കും. കണ്ടോ, മൊത്തത്തിൽ ആ ഒരു ഇന്റർഫേസ് ഇവിടെ മാറിയിട്ടുണ്ട്. മൊത്തത്തിൽ നേരത്തെ റീസെന്റ് ഫയൽ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. ഇപ്പോൾ റീസെന്റ് ഫയലിന്റെ ആ ഒരു പ്രിവ്യൂ അടക്കം നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അത് കുറച്ച് നല്ല മാറ്റമാണ്. മറ്റുള്ള ഡിവൈസിനെ അപേക്ഷിച്ച് ഇതിൽ കുറേ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താമെന്ന് ഓരോ നിമിഷം അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ ചെറിയ ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നത്. എന്തായാലും ഇവിടെയും ചില മാറ്റങ്ങൾ ഇവിടെ കാണാൻ സാധിക്കും. പിന്നെ വന്നിട്ടുള്ളത് സാംസങ്ങിന്റെ ഈ ഒരു നോട്ട്സ് എന്ന് പറഞ്ഞ ഭാഗത്ത് നമുക്ക് ഇതിനകത്തിൽ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ പുതിയ നോട്ട്സ് ക്രിയേറ്റ് ചെയ്യുന്ന ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ AI വെച്ചിട്ട് നമുക്കിവിടെ നമുക്ക് എന്താണ് പറയുന്നത്, നമ്മളേതായിട്ടുള്ള രീതിയിൽ ഇപ്പം കല്യാണക്കുറികൾ അത്തരത്തിലുള്ള ഇൻവിറ്റേഷൻ കാർഡൊക്കെ നമുക്ക് AI വെച്ചിട്ട് AIയുടെ സഹായത്തോടുകൂടി നമുക്കിവിടെ നിർമ്മിക്കാനുള്ള പുതിയ ഓപ്ഷനും ഇവിടെ ട്രാൻസ്ലേറ്റ് ഇതിൽ കൂടെ തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ വന്നിട്ടുണ്ട്. നമുക്കിവിടെ നോക്കിയാൽ മനസ്സിലാവും. കണ്ടോ, ഓട്ടോ ഫോർമാ, ഇത് സ്പെല്ലിങ്ങും ഗ്രാമർ ഇതെല്ലാം നമുക്ക് ചെയ്യാൻ സാധിക്കും ക്രിയേറ്റീവ് സ്റ്റുഡിയോ. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഇൻവിറ്റേഷൻ കാർഡ് ഇപ്പോൾ ഇത്തരത്തിൽ നമുക്ക് AIയുടെ സഹായത്തോടു കൂടി തന്നെ നമുക്ക് ഇൻവിറ്റേഷൻ കാർഡും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഇവിടുന്ന് നിർമ്മിക്കാൻ സാധിക്കും. അത് വിശദമായി ഞാൻ കാണിക്കുന്നില്ല, കാരണം വീഡിയോ ഒരുപാട് ലെങ്ത് ആയി പോകും. അടുത്തത് പിന്നെ ഇതിന്റെ ലോക്ക് സ്ക്രീനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് വാൾപേപ്പർ, ഇവിടെ ലോക്ക് സ്ക്രീൻ വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ നമുക്ക് ഇതിന്റെ സ്റ്റൈലിൽ കുറച്ചുകൂടെ ഒരു മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. നേരത്തെ ഉള്ള പോലെ തന്നെയാണ്, കുറച്ചൊരു മാറ്റം വന്നിട്ടുണ്ട്. പിന്നീട് നമുക്ക് ഈ ഒരു വാൾപേപ്പറൊക്കെ മാറ്റുന്ന സമയത്ത് നമുക്കിവിടെ ചേഞ്ച് വാൾപേപ്പർ കൊടുത്താൽ നമുക്ക് ഇവിടുന്ന് ഇഷ്ടമുള്ളവരെണ്ണം സെലക്ട് ചെയ്ത് കൊടുത്താൽ ഇത് നമുക്കിവിടെ ഇതിന്റെ വേരിയേഷൻസ് മാറ്റി കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. കണ്ടോ, അതിൻ്റെ തന്നെ പല ഡിസൈനിൽ നമുക്ക് ഇവിടുന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെ പുതിയതായിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ കോൾ സെറ്റിംഗ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ വോയിസ് മെയിൽ എന്ന് പറഞ്ഞ പുതിയൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. വോയിസ് മെയിൽ നമുക്ക് ആപ്പിൾ ഡിവൈസിലൊക്കെ ഉണ്ടായിരുന്നതാണ്. ഇത് നമ്മൾ ഇവിടെ ഓൺ ചെയ്തിട്ടിരുന്നു കഴിഞ്ഞാൽ ഇപ്പം നമ്മളെ ഒരാൾ വിളിക്കുന്ന സമയത്ത്, ഇപ്പം എന്നെ ഒരാൾ വിളിക്കുന്നു,
മറ്റൊരാൾക്ക് റിങ്ങിങ് അവിടെ കേൾക്കുന്നു. കേട്ട് കഴിയുമ്പോൾ റിങ്ങിങ്ങിൻ്റെ ലാസ്റ്റ് താങ്കൾ വിളിക്കുന്ന വ്യക്തി എടുക്കുന്നില്ല, പകരം ഒരു വോയിസ് മെയിൽ അയക്കാം എന്ന് പറഞ്ഞൊരു സന്ദേശം അവിടെ പറയും. അപ്പോൾ അവർക്ക് ആ ഒരു റെക്കോർഡ് സന്ദേശം അയക്കാം. അപ്പം നമുക്ക് ആ ഒരു വോയിസ് മെയിലായിട്ട് ഇവിടെ വന്നിട്ട് ഓട്ടോമാറ്റിക് ഇവിടെ വന്ന് കിടക്കും. അപ്പോൾ അത് നിങ്ങൾക്ക് അത് ഓൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ അവർ അയക്കുന്ന സന്ദേശം നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയില്ലെങ്കിൽ അവർ അയക്കുന്ന സന്ദേശം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ അത്തരത്തിൽ നിങ്ങൾക്ക് വോയിസ് മെയിലിൻ്റെ ഒരു ഫീച്ചറും ആപ്പിൾ ഡിവൈസിലെ പോലെ തന്നെ ഇതിനകത്തിൽ വന്നിട്ടുണ്ട്. ഞാനത് എനേബിൾ ചെയ്യുന്നില്ല, എനിക്കതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് എനേബിൾ ചെയ്തിടാം. പിന്നീട് നമ്മളിപ്പോൾ ഒരു വാൾപേപ്പർ നമ്മളുടെ ഗ്യാലറിയിൽ എടുത്ത ഫോട്ടോയോ അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്ത ഫോട്ടോയോ ഒക്കെ സെറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈസി ആയിട്ട് ഞാനിവിടെ കാണിച്ചു തരാം. ഞാൻ ഇവിടുന്ന് ഒരു വാൾപേപ്പർ ഇവിടെ സെറ്റ് ചെയ്യുന്നു. അപ്പോൾ നിലവിൽ ഈ ഒരു വാൾപേപ്പർ ഇടുകയാണെങ്കിൽ ആ ഒരു എഫക്റ്റോ കാര്യങ്ങളോ വരത്തില്ല. അല്ലാതുള്ള വാൾപേപ്പർ സെറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ച് എഫക്റ്റുകൾ വന്നിട്ടുണ്ട്. ഇവിടെ ചേഞ്ച് വാൾപേപ്പർ കൊടുത്ത ശേഷം ഞാൻ ഇവിടുന്ന് എൻ്റെ ഗ്യാലറിയിലുള്ള ഏതെങ്കിലും ഒരു ഫോട്ടോ ഇവിടുന്ന് സെലക്ട് ചെയ്യുന്നു. ഓക്കെ, ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ജസ്റ്റ് ഒരു ഫോട്ടോ ഇവിടുന്ന് സെലക്ട് ചെയ്തിട്ടുണ്ട്. സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും, ഇത്തരത്തിൽ ഇങ്ങനെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കണ്ടോ, ഇവിടെ നമ്മൾക്ക് ലോക്ക് സ്ക്രീന് വേണോ ഹോം സ്ക്രീന് വേണോ ചോദിക്കുന്നുണ്ട്. നമ്മൾ ഇവിടുന്ന് നെക്സ്റ്റ് കൊടുക്കുന്നു. നെക്സ്റ്റ് കൊടുത്താൽ നമുക്ക് ഇത്തരത്തിൽ ആ ഒരു ഇമേജ് ഇവിടെ വരും. കണ്ടോ, അപ്പോൾ നമുക്ക് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇവിടെ സെറ്റ് ചെയ്യാം. കണ്ടോ, നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഇവിടുന്ന് സെറ്റ് ചെയ്യാം. ഇതിന് നമുക്ക് ഇതിനകത്തിൽ ഇത് ആഡ് വിഡ്ജറ്റ് കൊടുത്താൽ നമുക്ക് ഇഷ്ടമുള്ള ഇത് സെറ്റ് ചെയ്യാം. ഇത് നേരത്തെ ഉള്ളത് തന്നെയാണ്, എന്നാലും ഞാൻ കാണിച്ചു തന്നെയാണ്. ഇപ്പോൾ കണ്ടോ, ഇതിനകത്ത് നമുക്ക് ആ ഒരു ഇതിനനുസരിച്ച് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇവിടുന്ന് കസ്റ്റമൈസ് ചെയ്ത് നമുക്ക് ഈ ഒരു ക്ലോക്കൊക്കെ നമുക്ക് ഇവിടുന്ന് സെറ്റ് ചെയ്യാം. അത് നിങ്ങൾ നോക്കിയിട്ട് സെറ്റ് ചെയ്യുക. പിന്നെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ സജസ്റ്റ് ഓപ്ഷൻ ഉണ്ട്. ഇത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് ഇവിടുന്ന് നമ്മളുടെ ആ ഒരു കണ്ടോ ആ ഒരു ഇമേജ് തന്നെ പല രീതിയിൽ അത് സെറ്റ് ചെയ്ത് തരും. വീണ്ടും സജസ്റ്റ് അഗൈൻ കൊടുത്താൽ വീണ്ടും വരും. ഞാനിത് സെറ്റ് ചെയ്ത് കാണിക്കുന്നില്ല. പിന്നെ വരുമ്പോഴത്തേക്ക് ഇവിടെ എഫക്റ്റ് ഉണ്ട്. എഫക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു എഫക്റ്റ് നമുക്കിവിടെ കണ്ടോ മാറ്റി നമുക്ക് ഇവിടുന്ന് സെറ്റ് ചെയ്തിടാം. ഇതൊക്കെ നമുക്ക് നേരത്തെ ഉള്ളതാണ്, കുറച്ചുകൂടെ ഒരു ഫീച്ചർ അഡ്വാൻസ് ആക്കിയിട്ടുണ്ട്. പിന്നെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഒരു സൂം ചെയ്ത്, നേരത്തെ നമുക്ക് ഇത്രയും സൂം ചെയ്ത് വാൾപേപ്പർ ഇടാൻ സാധിക്കത്തില്ലായിരുന്നു. ഇപ്പം നമുക്ക് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് സൂം ചെയ്തിടാം. അപ്പോൾ ഓട്ടോമാറ്റിക് ആ ഒരു ക്ലോക്കിൻ്റെ കളറൊക്കെ മാറി വരുന്നുണ്ട്. ഇനി നമുക്ക് ക്ലോക്കിൻ്റെ കളർ ഇഷ്ടമുള്ളത് ഇടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതൊന്ന് ടാപ്പ് ചെയ്ത് നമുക്ക് താഴെ കളർ വരും. അതിൻ്റെ ഫോണ്ടും കാര്യങ്ങളും എല്ലാം മാറ്റി നമുക്ക് ഇവിടുന്ന് സെറ്റ് ചെയ്യാം. പിന്നെ ഇതിനകത്ത് വന്നിട്ടുള്ള ഒരു മാറ്റം എന്ന് വെച്ചാൽ താഴെ വെതർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലൊക്കേഷനും കൂടെ ഓൺ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് നമുക്ക് ഇവിടെ ഒരു എഫക്റ്റ് ഇവിടെ വരുന്നതാണ്. കണ്ടോ, ആദ്യം ഇത് ഇട്ടപ്പോൾ ആ ഒരു കാലാവസ്ഥയുടെ അനുസരിച്ച് ഇത് ക്യാച്ച് ചെയ്യുന്നത് ഇവിടെ മാറി. കണ്ടോ, മഴയാണെങ്കിൽ കണ്ടോ ഈ മഴയുടെ ഒരു ചെറിയ എഫക്റ്റും കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട്. അപ്പം ഇത്തരത്തിൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് സെറ്റ് ചെയ്യാം. ഓക്കെ, നിങ്ങളത് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് സെറ്റ് ചെയ്യുക. ഞാനിവിടെ ഒന്നും സെറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അത്യാവശ്യം പുതിയതായിട്ട് വന്ന മിക്ക ഫീച്ചേഴ്സും ഞാൻ ഇതിനകത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ ഈ വീഡിയോയ്ക്കകത്തിൽ പറയാത്ത ഏതെങ്കിലും ഫീച്ചേഴ്സ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾക്കത് വീഡിയോയ്ക്ക് കമൻറ്റായി അറിയിക്കാം. എന്തായാലും ഇതുപോലുള്ള ടെക്നോളജി അപ്ഡേറ്റ് കിട്ടാനായിട്ട് മറക്കാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. ബൈ.